എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വില കുറഞ്ഞ വൃത്തികെട്ട ഗണത്തിലെ പെണ്ണുങ്ങളിൽ ഒരുത്തി. നിനക്ക് ഈ രമാദേവിയുടെ അധികാര ചിഹ്നമായ താക്കോൽക്കൂട്ടം വേണോ അല്ലേ? കോടീശ്വരിയാണ് ഈ രമാദേവി, എയർലൈൻ വ്യവസായത്തിലെ ചക്രവർത്തിനി. ഇവിടെ ചടങ്ങുകളും നിയമങ്ങളും എല്ലാം നിശ്ചയിക്കുന്നതും നടപ്പാക്കുന്നതും ഞാനാണ്. ഈ വീട്ടിൽ ആര് താമസിക്കണമെന്നും അവർക്ക് എന്ത് വില നൽകണമെന്നും ഞാൻ നിശ്ചയിക്കും. എന്റെ പ്രിയപ്പെട്ട മരുമകളാ ഈ വീട്ടിൽ എന്റെ അനന്തരാവകാശിയായി വരാൻ പോകുന്നത്. അതവളാ. എന്നെ സംബന്ധിച്ചിടത്തോളം നീ തെരുവിൽ അലഞ്ഞു നടക്കുന്ന വെറും ഒരു കൊടിച്ചി പട്ടിയാ. നിന്നെപ്പോലെ ഒരുത്തി ഇതുപോലെ പറഞ്ഞോണ്ട് വന്നാ കൊന്നുകളയും നിന്നെ ഞാൻ. ഒരു മണിമാലയുടെ പേരിലാ ഞാൻ നിന്നെ ഇപ്പോഴും ഇവിടെ നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ നിന്നെ എപ്പോഴേ ഞാൻ കത്തിച്ചു കളഞ്ഞേനെ. ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടപ്പാക്കാനും എനിക്കറിയാം. ഇനിയും ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്റെ മുൻപിൽ വന്നാ പിന്നെ എന്റെ മകൻ നിന്റെ ശവം പോലും കാണില്ല. മനസ്സിലായോടി ഓരുംപെട്ടവളെ? ഇറങ്ങിപ്പോടി എന്റെ മുമ്പിൽ നിന്ന്. നിക്ക്. ഇനിയും ഇതുപോലുള്ള അഹങ്കാരവുമായിട്ട് എന്റെ മുമ്പിൽ വന്ന ഇറക്കി വിടുന്നത് ഈ മുറിയുന്നാവില്ല, അത് ഈ വീട്ടിൽ നിന്ന് തന്നെയാവും. എന്റെ മകന്റെ ജീവിതത്തിൽ നിന്ന് നിന്നെ ഞാൻ ഇറക്കി വിടും. മനസ്സിലായോ നിനക്ക്? ഇനി അവനും നിന്നോടൊപ്പം ഇറങ്ങി വരുമെന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കിയ പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറഞ്ഞ് അവനെയും ഞാൻ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും. പിന്നെ ഈ മുറിന്ന് ഇറങ്ങി പോകുമ്പോ പുറത്ത് ചന്ദ്രലേഖയോ കല്യാണിയോ നിൽപ്പുണ്ടെങ്കിൽ അവരോട് ഇങ്ങോട്ട് വരാൻ പറയണം. കേട്ടോടി? ഇറങ്ങിപ്പോ. ഔട്ട്. എന്തുപറ്റി? ആകെ ഡിസ്റ്റർബ്ഡ് ആണെന്ന് തോന്നുന്നു. എനിക്ക് ഡിസ്റ്റർബൻസ് ഒഴിഞ്ഞ നേരമില്ലല്ലോ. ഇവിടെ എല്ലാവർക്കും എന്നെ ഡിസ്റ്റർബൻസ് ആക്കുന്ന ജോലി മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ ഡിസ്റ്റർബ് ആകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാ. മാഡം, മാഡം ജ്യൂസ്. എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഒരു സാധാരണ ജ്യൂസ് കൊണ്ടുവരാനാണോ നീ ഇത്രയും സമയമെടുത്തത്? ഞാൻ അധികം സമയം എടുത്തില്ല മാഡം. മാമ്പഴം മിക്സിയിലിട്ട് അടിച്ച് ഷുഗറും ഐസും ചേർക്കാനുള്ള സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ. ജ്യൂസ് എങ്ങനെയുണ്ട്? അധികം സംസാരമൊന്നും വേണ്ട. കോളേജിൽ പഠിക്കുന്നതിന്റെ എല്ലാ അഹങ്കാരവും ഇപ്പം നിനക്കുണ്ട്. എന്നോട് അധികം വിളച്ചിലെടുത്താ നിന്റെ കോളേജിൽ പോക്ക് ഞാൻ അവസാനിപ്പിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട.
Oh.